ഒച്ചടച്ച വരഞ്ഞളയും ഞാൻ. നീ ചാവാൻ വന്നേക്കണെന്ന് എനിക്ക് മനസ്സിലായി. ചാവാൻ പോണവൻ എന്തിനാ പേഴ്സും ഫോണും അതൊന്നും എടുത്തേക്ക്. എന്നിട്ട് അടുത്ത ട്രെയിനിൽ തല വെച്ചോട്ടോ. സ്മാർട്ട് ബോയ്. ഇതേ ഇഞ്ചിനല്ലേ? ആത്മഹത്യ ചെയ്യാൻ വന്ന ട്രെയിൻ മിസ്സായല്ല. എന്തായാലും അടുത്ത ട്രെയിൻ ഇനി സമയം എടുക്കും. ശരിക്കും എന്താ നിന്റെ പ്രശ്നം? എന്തിനാ നീ ആത്മഹത്യ ചെയ്യാൻ വന്നേ? എന്താണ് ബ്രോ പ്രശ്നം? 4 വർഷത്തെ റിലേഷൻഷിപ്പാണ് ബ്രോ. അയ്യേ, എല്ലാരെയും പോലെ പെണ്ണിന്റെ പേര് ചാവാറിഞ്ഞ ആളുടെ വില ഇളയതാ. എനിക്ക് നല്ലൊരു ജോലിയില്ല. അവളുടെ കൂടെ ആണെങ്കിൽ നല്ല പ്രഷറും ഉണ്ട്. ജോലി ഇല്ലാത്താണ് പ്രശ്നം. നീ ഹെൽപ്പറായിട്ട് പോര്. 50-50. അതല്ല, ഇത്രയും സീനായിട്ട് ഞാൻ നിന്നു. ഇന്നലെ രാത്രി എന്തുണ്ടായി? ബാക്കി പറ. അവളുടെ റൂമിൽ ഒരുത്തനെ അവളുടെ വീട്ടുകാർ പൊക്കി. അവളുടെ കാമകനാണ് അവളുടെ വീട്ടുകാർ പറയണത്. ഞാൻ എത്ര ചോദിച്ചിട്ടും അവൾക്ക് അറിയില്ല അവള് പറയണം. അപ്പോ ശരി ബ്രോ, എന്തായാലും അടുത്ത ട്രെയിൻ ഇപ്പൊ ഈ അടുത്ത് തന്നെ വരും. എനിക്ക് പോയിട്ട് വേറെ പരിപാടി ഉണ്ടായി. ഇതൊക്കെ അവളെങ്ങനെ അറിയാം? ഞങ്ങള് കോളേജിൽ ഒരുമിച്ച് പഠിച്ചേ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഏത്? അവളും ഞാനും ഒരുമിച്ചല്ല പഠിച്ചേ. ഞാൻ നിന്നെ കണ്ടിട്ടില്ലല്ലോ. കോളേജല്ല മാറിപ്പോയി. പ്ലസ് ടു ഞങ്ങള് ഒരുമിച്ച് പഠിച്ചു. കാര്യം പറടാ, അവളെ നിനക്ക് എങ്ങനെ അറിയാം? കാര്യം പറടാ. കത്തി മുറിയും ചൊരൂരും. ഞാൻ പറയാം എല്ലാം പറയാം. കാര്യം പറടാ. ഞങ്ങ കള്ളന്മാർക്ക് ചില വീട് കാണുമ്പോ ഞങ്ങളുടെ സ്വന്തം വീട് പോലെ കയറി ചെല്ലാനുള്ള ഒരു ധൈര്യം ഇരിക്കും. ഇന്നലെ അപ്പോ ഒരു വീട്ടില് ഓട് പൊളിച്ച് ഇറങ്ങിയത് ഒരു പെൺകുട്ടിയുടെ റൂമിലേക്കായിരുന്നു. എന്നിട്ട് ആ പെങ്കൊച്ചാണെങ്കി എന്നെ കണ്ട് ഒച്ചെടുക്കാൻ പോയപ്പോ ഞാൻ കുഞ്ഞി കത്തി കാണിച്ച് ഒച്ചുണ്ടാക്കല്ലേന്ന് അപേക്ഷിച്ചു. ഒച്ച മരങ്ങളെ ഞാൻ എണീറ്റോ ഉള്ള കാശ് ഒപ്പേഴ്സ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ഞാൻ എന്റെ പണിയെടുത്ത് വേഗം പൊക്കോളാം. ഇവിടെ മനുഷ്യനാവശ്യമുള്ള സാധനമൊന്നും ഇല്ലേ? മോളെ ഏഞ്ചലെ എടി മാതൃണ്ടി ഞാനിവിടെ കാമുകനാണ്. ഇവിടെ പറഞ്ഞിട്ടൊന്നതാ പോലീസിനെ വിളിക്കുന്നുണ്ട്. പറഞ്ഞ വെച്ച് നോക്കുമ്പോ ആ പെൺകുച്ചിന്റെ കാമുകനായിട്ട് അവർ പറഞ്ഞത് എന്നെയെന്ന് തോന്നണേ. പക്ഷെ എനിക്കറിയാം ബ്രോക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവില്ല എന്ന്. ബ്രോന്റെ ജീവൻ രക്ഷിച്ചത് ഞാനാണല്ലോ. അമ്മേ
ഇല്ലില്ല ഇനി തല്ലില്ല. താൻ വന്നത് നന്നായി. എന്തായാലും എല്ലാ പ്രശ്നവും സോൾവ് ആയി. വാ ഇരി. ഞാൻ പറഞ്ഞില്ലേ ഇരി. ഞാൻ ബോധം വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. എല്ലാ പ്രശ്നവും സോൾവ് ആയി. ഞാൻ ഏതായാലും പോവാ. താനും പോയി എവിടെയും പോയിട്ട് ജീവിക്കും. അതെ എന്തായാലും ഇത്രയ്ക്ക് ആയില്ലേ? എവിടെയെന്ന് പറഞ്ഞത് ഞാൻ കൊണ്ടുപോടാ. എങ്ങട് നിന്റെ കൂടിയാ? അല്ല മോഷിച്ച ബൈക്കിലേക്കല്ലേ? ഞാനില്ല, ഞാൻ പോവേ. മയക്കൊന്നുമല്ല. അതെ ആ സഞ്ചിയിലൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്. അതിലൊരു ബാൻഡേജും പഞ്ഞും എടുത്തത്. ഫസ്റ്റ് എയ്ഡ് ബോക്സാ? ഞങ്ങൾ കള്ളന്മാർക്ക് പിന്നെ ഹോസ്പിറ്റലൊന്നും പോകാൻ പറ്റില്ലല്ലോ ബൈ. ആ നല്ല ഇടിയാ. പനി ആ അത് പോണ്ട പഞ്ഞിക്കെ പിന്നെ